എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 16-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പരിപാടികളിലെ പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസായി 4500 രൂപയും ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ഭത്തയായി 3000 രൂപയും അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയും ലഭിക്കും. ആഗസ്റ്റ് 17 മുതൽ തുക വിതരണം ചെയ്യും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഏകാധ്യാപക വിദ്യാലയങ്ങളിലേക്കും പെരിപാതറ്റിക് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും 1500 രൂപയാണ് ഉത്സവ ഭത്ത ലഭിക്കുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ദിവസവേതനക്കാർക്ക് 1460 രൂപയും ബാലവാടി, അംഗനവാടി ഹെൽപ്പർമാർക്കും ആയമാർക്കും പാലിറ്റീവ് കെയർ നഴ്സുമാർക്കും ഉത്സവ ഭത്ത 1450 രൂപയും നൽകും. ഉത്സവ ഭത്തക്ക് പുറമെ അഡ്വാൻസ് ആയി 20,000 രൂപയും ലഭിക്കും. ഇത് 5 മാസത്തെ ഗഡുക്കളായി തിരിച്ച് അടച്ചാൽ മതി. ക്ഷേമ പ്രവർത്തനങ്ങൾ ആരുടെയും ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നത് ബുധനാഴ്ച മുതൽ ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 25-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. 1 മാസത്തേതാണോ 2 മാസത്തേതാണോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം പ്രത്യേക ഉത്സവ ഭത്തയും അനുവദിച്ചിട്ടുണ്ട്. 3,68,688 കുടുംബങ്ങൾക്ക് ഓണത്തിന് മുന്നോടിയായി 44.24 കോടി രൂപയാണ് ഇതിനു വേണ്ടി വിതരണം ചെയ്യുക. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യ നീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ സഹായ തുക വർദ്ധിപ്പിച്ചു. നിലവിൽ നൽകി വരുന്ന 600 രൂപയിൽ നിന്നും 1000 രൂപയാക്കിയാണ് തുക വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 100% ഭിന്നശേഷിയുള്ളവർ, കിടപ്പിലായ രോഗികൾ, ക്യാൻസർ ബാധിതർ, ഓട്ടിസം, സെറിബ്രൽ പാൽസി തുടങ്ങി രോഗങ്ങൾ ഉള്ളവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ പരസഹായം ആവശ്യമുള്ളവർ എന്നിവരെ പരിചരിക്കുന്നവർക്കാണ് ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക വർധനവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൽകിയ ശുപാർശ പരിശോധിച്ചാണ് സർക്കാരിന്റെ ഈ നടപടി. ഉത്തരവ് പുറത്തിറങ്ങിയ തീയതി മുതൽ പുതിയ നിരക്കിന് പ്രാബല്യമുണ്ട്. നേരത്തെ ക്യാൻസർ, വൃക്ക, ക്ഷയ രോഗികൾക്കുള്ള 1000 രൂപ ലഭിക്കുന്ന പെൻഷൻ 2000 രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AI പരിശീലനം സൗജന്യമായി യുവതിയുവാക്കൾക്ക് നൽകും. മത്സര പരീക്ഷകൾക്ക് സൗജന്യമായി ഓൺലൈൻ കോച്ചിങ്, വ്യവസായം തുടങ്ങാൻ ലോണുകൾ, വ്യോമ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ, കായിക മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ. സ്വർണം ഹോൾമാർക്കിനും 6 HUID കോഡിനും പിന്നാലെ ഭാരതീയ സ്വർണ്ണ വിപണിയിൽ വൻ പരിഷ്കരണത്തിനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡും. ജ്വല്ലറികളിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തുന്ന ഓരോ സ്വർണത്തിന്റെയും HUID കോഡ് കേന്ദ്ര സ്റ്റാൻഡേർഡ് സോൾഡ് വിറ്റഴിക്കപ്പെട്ടു എന്ന് ടാഗ് ചെയ്യുന്നതാണ് പുതിയ പദ്ധതി. മോഷ്ടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ പുനർവിൽപ്പന തടയുക, വ്യാജ ഹോൾമാർക്കിംഗ് പൂർണ്ണമായും ഇല്ലാതാക്കുക, പഴയ സ്വർണം മാറ്റിയെടുക്കാൻ പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുക എന്നിവയാണ് ഈ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങൾ. പുതിയ നിയമങ്ങൾ നിങ്ങളുടെ സ്വർണത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. സ്വർണം സ്വർണ്ണക്കടയിൽ നിന്നും വിറ്റുകഴിഞ്ഞാൽ പിന്നെ അത് ആരുടെ
കയ്യിലേക്കാണ് എത്തുക എന്ന് സർക്കാരിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കാറില്ല. എന്നാൽ പുതിയ നീക്കം ഇതിനൊരു പരിഹാരമാകും. നാം ഓരോരുത്തരും സ്വർണം വാങ്ങുമ്പോൾ തന്നെ ജ്വല്ലറികൾ ആ ആഭരണത്തിന്റെ HUID കോഡ് കേന്ദ്ര ഡാറ്റാബേസിൽ സോൾഡ് എന്ന് ടാഗ് കൂടി ചേർക്കും. സ്വർണം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പോർട്ടലിൽ ആ ആഭരണത്തിന്റെ സ്റ്റാറ്റസ് ഫ്ലാഗ്ഡ് അല്ലെങ്കിൽ സ്റ്റോളൻ എന്ന് രേഖപ്പെടുത്തും. മോഷ്ടാവ് ഈ സ്വർണം വിൽക്കാനോ മാറ്റിയെടുക്കാനോ ശ്രമിച്ചാൽ ജ്വല്ലറിയിലെ സ്കാനിങ്ങിൽ അത് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന ഉടനടി കണ്ടെത്താൻ സാധിക്കും. പഴയ സ്വർണം നൽകി പുതിയ സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോഴും ജ്വല്ലറികൾ ഈ HUID സ്കാൻ ചെയ്യും. ഡാറ്റാബേസിലെ വിവരങ്ങളുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാകും പിന്നീട് ഇടപാടുകൾ നടത്തുക. സ്വർണം വലിയ തോതിൽ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വളരെ നേട്ടമാകും. സ്വർണം മോഷണം പോയാൽ അത് രാജ്യത്തെ എവിടെ വിൽക്കാൻ കള്ളന്മാർ ശ്രമിച്ചാലും അത് പിടിക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പഴയ പേപ്പർ ബില്ലുകൾ ഇനി നിർബന്ധമായിരിക്കില്ല. വിവരങ്ങൾ ഡിജിറ്റലായി പരിശോധിക്കാൻ കഴിയും. ഇത് പഴയ ബില്ലുകൾ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കപ്പെടും. ബില്ലില്ലാതെ സ്വർണം വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും ഇല്ലാതാകും. ചെറിയ ജ്വല്ലറികൾ പോലും അവരുടെ ഓരോ വിൽപ്പനയും അപ്പോൾ തന്നെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ സ്വർണം വാങ്ങുമ്പോൾ തങ്ങളുടെ ആഭരണങ്ങൾ HUID കോഡ് കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിൽ സോൾഡ് ആയി ജ്വല്ലറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വാങ്ങുന്ന ആൾ ഉറപ്പാക്കണം. അത് ഇൻവോയ്സ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഉറപ്പാക്കുക. സ്വർണം വാങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുകയും അത് ലിങ്ക് ചെയ്യുകയും വേണം. ഭാവിയിൽ സ്വർണം മാറ്റിയെടുക്കുമ്പോഴും വിൽക്കുമ്പോഴും SMS അല്ലെങ്കിൽ OTP ആവശ്യമായി വന്നേക്കാം. മോഷ്ടിക്കപ്പെട്ട സ്വർണം കള്ളന്മാർ വിൽപ്പനയ്ക്ക് ശ്രമിച്ചാൽ നിങ്ങൾക്കത് അപ്ഡേഷനായിട്ട് ലഭിക്കും. സുരക്ഷിതമായ ഇടപാടുകൾക്ക് ഇതും നിർബന്ധമാണ്. നിങ്ങളുടെ കൈവശമുള്ള HUID ടാഗുള്ള സ്വർണത്തെ പോർട്ടലിൽ ഉൾപ്പെടുത്താൻ സർക്കാർ സഹായം ലഭിച്ചേക്കും. അതേസമയം ഹോൾമാർക്കിംഗ് ഇല്ലാത്ത പഴയ സ്വർണങ്ങളെ ഈ റൂൾ ബാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിലവിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കിയാണ്. മോഷ്ടിക്കപ്പെടുന്ന സ്വർണം വിപണിയിൽ വിൽക്കാൻ ശ്രമിച്ചാൽ മാത്രമാകും ഈ സോൾഡ് റൂൾ ഫലം ചെയ്യുക. ഉരുക്കി വിറ്റാൽ പ്രായോഗികമാകില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ നിരക്ക് നിയന്ത്രിക്കാൻ നിർണായക നീക്കവുമായി പാർലമെന്റ് സമിതി. ആശുപത്രികളിലെ മുറി വാടക നിരക്കിൽ അടിയന്തരമായി നിയന്ത്രണം കൊണ്ടുവരാനും ബില്ലിംഗിൽ സുതാര്യത വരുത്താനും ശുപാർശ ചെയ്തുകൊണ്ടാണ് പുതിയ നടപടി ആരംഭിച്ചിട്ടുള്ളത്. രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചികിത്സാ നിരക്കുകൾ ആശുപത്രികൾ വെളിപ്പെടുത്തണം. ചില ആശുപത്രികൾ ചികിത്സക്ക് അമിത നിരക്കുകളാണ് ഈടാക്കുന്നത്. ഇത് പലപ്പോഴും ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള തർക്കത്തിലേക്ക് വഴിയൊരുക്കും. ഇത് രോഗിക്ക് ഇൻഷുറൻസ് പരിരക്ഷ വൈകാനും ഇടയാക്കും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ അതിവേഗ ഓംബുഡ്സ്മാൻ സംവിധാനം വേണമെന്ന് ആരോഗ്യ കുടുംബാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിൽ വ്യക്തമാക്കുന്നു. രാജ്യത്ത് സ്വകാര്യ ആശുപത്രികൾ പല രീതിയിലാണ് മുറിവാടക ഈടാക്കുന്നത് എന്ന് പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഒരേ മേഖലയിലുള്ള ആശുപത്രികളിൽ പലപ്പോഴും വ്യത്യസ്ത നിരക്കുകളാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായി മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യവുമാണ്. സമീപത്ത് പ്രവർത്തിക്കുന്ന 3 സ്റ്റാർ ഹോട്ടലിനേക്കാൾ കൂടുതൽ മുറിവാടക ഒരു ആശുപത്രിയും ഈടാക്കാൻ പാടില്ല എന്നും സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു. മെട്രോപൊളിറ്റിക്കൽ നഗരങ്ങളിലെ ആശുപത്രികളിൽ ഇത് അടിയന്തരമായി നടപ്പിലാക്കണം. എന്നാൽ ഡോക്ടർ, നഴ്സിംഗ് ചാർജ്, ഭക്ഷണം, ലോണ്ടറി തുടങ്ങിയ ചെലവുകൾ ആശുപത്രികൾക്ക് വെവ്വേറെ നിരക്ക് ഈടാക്കാവുന്നതാണ്. രാജ്യത്തെ പല നഗരങ്ങളിലും ഹോട്ടൽ മുറിയേക്കാൾ വാടക ആശുപത്രികൾ ഈടാക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എന്നും സമിതി പറയുന്നു. ഉദാഹരണത്തിന് മുംബൈയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ 6000 മുതൽ 12000 രൂപ വരെയാണ് സിംഗിൾ മുറിക്ക് ഈടാക്കുന്നത്. ഇതേ മേഖലയിൽ 3 സ്റ്റാർ ഹോട്ടലുകളിൽ 2500 മുതൽ 4500 രൂപ വരെ മാത്രം നൽകിയാൽ മതി എന്നും റിപ്പോർട്ടിൽ പറയുന്നു.
രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ വാർഷിക പണപ്പെരുപ്പം അതായത് ഹെൽത്ത് ഇൻഫ്ലേഷൻ 10 മുതൽ 13% രോഗികളെയും ഇൻഷുറൻസ് കമ്പനികളെയും സമ്മർദ്ദത്തിലാക്കുന്നതായും സമിതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില വർദ്ധിച്ചു. ഇന്ന് ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,155 രൂപയും 1 പവൻ സ്വർണത്തിന് 1,13,240 രൂപയുമായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.